അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ കനത്ത ആശങ്ക തുടരുകയാണ്. വരും ദിവസങ്ങളിലും മഴ കനത്താൽ തീരശോഷണത്തിനൊപ്പം നിരവധി വീടുകൾക്കും അത് ഭീഷണിയാകും. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തീരശോഷണം ഏറ്റവും കൂടുതലുള്ളത് ജമ്മ കടപ്പുറത്താണ്. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. വലിയ തോതിൽ ഇവിടെ കടൽ കരയിലേക്ക് കയറി വരുന്ന സാഹചര്യമുണ്ട്. കടൽ ഭിത്തി പോലും ഇവിടെ തകരുന്ന സാഹചര്യമാണ്. എന്തായാലും വലിയ ആശങ്കയോടെയാണ് ഇവിടെ ആളുകൾ കഴിയുന്നത്. ഇതോടൊപ്പം വലിയ പറമ്പിലും വലിയ തോതിലുള്ള കടലേറ്റമുണ്ട്. അതോടൊപ്പം ഉപ്പള, മുസോടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ കടൽക്ഷോഭമാണ്. കഴിഞ്ഞ നാളുകളിലൊന്നും കഴിഞ്ഞ കാലവർഷത്തിലൊന്നും കാണാത്ത രീതിയിൽ ഇത്തവണ ഈ കടൽക്ഷോഭം രൂക്ഷമായത് വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ കാലവർഷം ആരംഭിച്ചത് മുതൽ തീരപ്രദേശത്തുള്ളവർക്ക് വലിയ ആശങ്കയാണ്. ഇവിടെയുള്ള പലരും ഇപ്പോൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിലും കടലാക്രമണം ശക്തമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനമുള്ളത്. നമ്മോടൊപ്പം ഇവിടുത്തെ മെമ്പർ തന്നെ ചേരുന്നു, വേണുമാഷ് ചേരുന്നു. വേണുമാഷ്, എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ? വലിയ തീരശോഷണമാണോ സംഭവിച്ചിട്ടുള്ളത്? എന്താണ് നിലവിലെ അവസ്ഥ? കാസർഗോഡ് ജില്ലയിലെ പുതുമ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട 23-ാം വാർഡ് അംബികാനഗറിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് ജന്മ കടപ്പുറം ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാസർഗോഡ് ജില്ലയിലെ ഇത്രയും ദൈർഘ്യമേറിയ ഒരു കടൽ തീരം കടൽക്ഷോഭത്തിന് ഇരയാവുന്നത് മറ്റെങ്ങും കാണാനുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയും നീളത്തിലാണ് കടൽക്ഷോഭം നേരിടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കടലിങ്ങനെ കയറി വരികയാണ്. തീരം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. സമീപഭാവിയിൽ തന്നെ ഈ തീരദേശവാസികളൊക്കെ ഇവിടുന്ന് താമസം മാറ്റേണ്ട ഒരവസ്ഥ വരും എന്നാണ് തോന്നുന്നത്. ധാരാളം വസ്തുക്കൾ അവരെ നഷ്ടപ്പെട്ടു, തെങ്ങുകൾ നഷ്ടപ്പെട്ടു, 2-3 വീടുകൾ അപകട ഭീഷണിയിലാണ്. ഏത് നേരവും കടലെടുക്കാം എന്നുള്ള ഭീതിയിലാണ് അവർ കഴിയുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ കലക്ടറെ ബന്ധപ്പെട്ടിരുന്നു, അദ്ദേഹം സന്ദർശിച്ചിരുന്നു. പിന്നെ റവന്യൂ അധികൃതർ വന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർ വന്നു. എല്ലാവരും ഇത് ഈ കാലവർഷം എന്ന് പറയുന്ന ഒരു മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമായതുകൊണ്ട് തന്നെ ഈ സന്ദർശനവും ആ ഒരു സമയത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. മഴ കാണാൻ വരുന്നു, കടൽ കാണുന്നു, ദുരന്തം കാണുന്നു, കണ്ണീര് വാർക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ ഇത് അനന്തര നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് സ്ഥായിയായ ഒരു പരിഹാരമാണ്. ഇവിടുത്തെ സമീപവാസികളും ക്ലബ്ബുകളൊക്കെ ചേർന്നിട്ട് താൽക്കാലികമായ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ജിയോ ബാഗ് നിരത്തുന്നുണ്ട്, മറ്റു മണൽച്ചാക്കുകൾ നിരത്തിയിട്ട് താൽക്കാലികമായ കടൽ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല. ഞങ്ങൾക്ക് ചെല്ലാനം മോഡൽ ഒരു ടെട്രോ പാഡ് തന്നെ വേണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. അതിനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. എന്താണെന്ന് പറഞ്ഞാൽ ഏത് നിമിഷം ഇപ്പോൾ 2-3 വീട് ഏത് നിമിഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്. പിന്നെ ഇതേപോലെ എല്ലാ വർഷവും എല്ലാ ആൾക്കാരും വരും, അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ഇനിയും ഇങ്ങനെ ഈ മെല്ലെപ്പോക്ക് തുടർന്നാൽ ആൾക്കാരുടെ ജീവന് അത് ഭീഷണിയായിട്ട് മാറും. ചുരുങ്ങി ഒരു 300 മീറ്റർ ഉള്ള ഉണ്ടായിരുന്നു മുമ്പേ കടപ്പുറം. തെങ്ങ് ഉണ്ടായത്, അതിനപ്പുറം കാറ്റാടി മരം, അതിനപ്പുറം നമ്മൾ ഈ തേങ്ങ കൊപ്പറെല്ലാം ആക്കിയെന്ന സ്ഥലം അതിനപ്പുറമായിരുന്നു. അതെല്ലാം കടലിൽ പോയി. പിന്നെ 2009-10 കടൽ ഭിത്തി വന്നു. അതിന് മെയിൻ്റനൻസ് വന്നില്ല. ഒരു പ്രാവശ്യം വന്നതേ ഉള്ളൂ. മെയിൻ്റനൻസ് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആട്ടിയില്ലായിരുന്നു. മെയിൻ്റനൻസ് വന്നില്ല. അതിൽ പിന്നെ ഇതാണ് അവസ്ഥ എല്ലാ കൊല്ലവും. ഇപ്പോൾ ഈ റോഡ് നിൽക്കാൻ വേണ്ടി അമ്മ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നാട്ടിൽ പിരിവാക്കിയിട്ട് ഈ റോഡിന് ഇപ്പോൾ കല്ലിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ റോഡ് നമുക്ക് വേറെ വഴിയില്ല, ഒറ്റ വഴിയല്ല, ഈ വഴി മാത്രമേ വേറെ വഴിയില്ല. ഇത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ മുട്ടിയെന്ന് പറയാം. എന്ത് ചെയ്യാൻ? എല്ലാ കൊല്ലം ഉദ്യോഗസ്ഥന്മാർ പോകുന്നു ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഒരു മാറ്റം വരുന്നില്ല. എന്തായാലും വലിയ ആശങ്കയോടാണ് ഇവിടെയുള്ള ആളുകളൊക്കെ കഴിയുന്നത്. ഏത് സമയത്തും ഇവരുടെ വീടുകൾ കടലെടുക്കുമെന്ന ഒരവസ്ഥ. പല വീടുകളിലും കടലാക്രമണ ഭീഷണിയാണ്. നേരത്തെ നിരവധി വീടുകളാണ് തീരപ്രദേശങ്ങളിലെല്ലാം കടലെടുത്തത്. ഏതായാലും വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകും. അത് ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ ബാധിച്ചിരിക്കുന്നത് തീരദേശവാസികളെ തന്നെയാണ്. കാസർഗോഡ് നിന്നും കെ.വി. ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.